വാക്സിനോസിസ്. എന്താണ് വാക്സിനോസിസ്? നമുക്കറിയാം, വാക്സിൻ എടുത്തതിന് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് പലതരം വാക്സിനുകളുണ്ട്. ഇപ്പോൾ BCG അല്ലെങ്കിൽ MMR അല്ലെങ്കിൽ DPT അല്ലെങ്കിൽ പോളിയോ, അതുപോലെ തന്നെ പെൻറ്റാവാലൻ്റ് വാക്സിൻ, ഇങ്ങനെ പല വാക്സിനുകളും നമ്മളിവിടെ എടുക്കുന്നുണ്ട്. അത് എടുത്തു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ ചില അവസരത്തിൽ കോംപ്ലിക്കേഷൻസ് വളരെ അപൂർവമായിട്ടാണെങ്കിലും ഉണ്ടാകുന്നുണ്ട്. അതിന് പാരാലിസിസ് ഉണ്ടാകും, ഓട്ടിസം ചില കുട്ടികളിൽ വരാറുണ്ട്, അതല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക്. ഇപ്പം കോവിഡ് വാക്സിൻ എടുത്തതിന് ശേഷം സ്ട്രോക്കും ഹാർട്ട് അറ്റാക്കൊക്കെ വളരെ കൂടുതലാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിൽ മറ്റ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ വാക്സിനേഷൻ കോമ്പൻസേഷൻ പ്രോഗ്രാമുകളുണ്ട്. അവർക്ക് അതിന് കോമ്പൻസേഷൻ കിട്ടും. പക്ഷേ ഇന്ത്യയിൽ അതിന് അങ്ങനെ ഒരു റൂളോ നിയമമോ നിലവിലില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വളരെ കോഷ്യസ് ആയിരിക്കണം. വാക്സിൻ എടുത്തതിന് ശേഷം എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ആർക്കെങ്കിലും ഉണ്ടാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ഹോമിയോപ്പതിയിൽ വളരെ ഫലവത്തായിട്ട് ഏതാണ്ട് 59ഓളം മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ആഫ്റ്റർ എഫക്ട്സ് ഉണ്ട് എന്ന് തോന്നുന്ന പക്ഷം തീർച്ചയായിട്ടും ഹോമിയോപ്പതി ഡോക്ടറെ കൺസൾട്ട് ചെയ്യുകയും മരുന്ന് കഴിക്കുകയും ചെയ്യണം. സൈലീഷ്യ അല്ലെങ്കിൽ തൂജ അല്ലെങ്കിൽ ആൻറ്റിറ്റാറ്റ്, ഏപ്പീസ്, സൾഫർ, ഇങ്ങനെയുള്ള മരുന്നുകൾ ആ രീതിയിൽ ആ ഗണത്തിൽ ഏതാണ്ട് 59ഓളം മരുന്നുകളുണ്ട്. അത് മാക്സിമം ജനങ്ങളത് ഉപയോഗപ്പെടുത്തണം.